വിശദമായ ന്യൂസ് മിക്സ് വാർത്തകളിലേക്ക്. UDF സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ സീറോ മലബാർ സഭ രംഗത്ത്. അഴിമതി പണം പങ്കുവയ്ക്കുന്നതിലെ തർക്കമാണ് മദ്യനയത്തിന് പിന്നിലെന്ന് സഭയുടെ പ്രസിദ്ധീകരണമായ ലേറ്റി ബോയ്സിന്റെ മുഖപ്രസംഗത്തിൽ വിമർശനം. ആദർശ സുധീരന്മാരെ പിന്തുണച്ചതിൽ സഭയ്ക്ക് കുറ്റബോധമുണ്ടെന്നും മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു. സർക്കാരിന്റെ മദ്യനിരോധനം കപട ആദർശവാദികൾ നടത്തിയ രാഷ്ട്രീയ നാടകമായിരുന്നുവെന്നാണ് സഭാമുഖപത്രമായ ലേറ്റി വോയ്സ് ആരോപിക്കുന്നത്. ജനങ്ങളുടെ കയ്യടി നേടാനുള്ള രാഷ്ട്രീയ ചവിട്ടുനാടകത്തിനപ്പുറം ഒന്നുമുണ്ടായില്ല മദ്യനിരോധനം കൊണ്ട്. മദ്യനയത്തിന്റെ പേരിൽ സഭയും മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളും ചില ആദർശധീരന്മാരെ എഴുന്നള്ളിച്ച് നടത്തി. ഇതിൽ സഭയ്ക്ക് കുറ്റബോധവും പാപഭാരവുമാണ്. ബാറുകൾ പൂട്ടിയെങ്കിലും മദ്യവിൽപ്പനയിലോ ഉപഭോഗത്തിലോ കുറവില്ലെന്ന് കണക്കുകൾ നിരത്തി കത്തോലിക്ക സഭ മുഖപത്രം ചൂണ്ടിക്കാട്ടുന്നു. വീടുകൾ ബാറുകളായി എന്നത് മാത്രമാണ് മദ്യനയത്തിന്റെ ബാക്കി പത്രം. ബാറുകളിൽ പോയി ഒരു ബെഗിൽ ഒതുക്കിയിരുന്നവർ വീടുകളിൽ ഒരു ഫുള്ളിലേക്ക് മാറിയെന്നും സഭ സർക്കാരിന്റെ മദ്യനയത്തെ പരിഹസിക്കുന്നു. അഴിമതി പണത്തിന്റെ വീതം വെക്കലിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിന്റെ പിന്നാമ്പുറം. ഗ്രൂപ്പ് കളിയിൽ മുഖച്ഛായ നഷ്ടപ്പെട്ട കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതിച്ഛായ വീണ്ടെടുക്കുന്നതിനുള്ള കുൽസിത ശ്രമമായിരുന്നു ബാറുകൾ പൂട്ടിയ പ്രഖ്യാപനം. UDF സർക്കാരിന്റെ മദ്യനയത്തിൽ ആത്മാർത്ഥത തീരെയില്ല. അധികാരമോഹവും സ്വാർത്ഥതയും രാഷ്ട്രീയ നേട്ടവുമാണ് അവർ ലക്ഷ്യം വെക്കുന്നതെന്നും സഭാമുഖപത്രം ആരോപിക്കുന്നു. മദ്യനിരോധനം വെറും വ്യാമോഹമാണെന്നും ബോധവൽക്കരണം വഴിയുള്ള മദ്യവർജനമാണ് അഭികാമ്യമെന്നും സഭ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചുരുക്കത്തിൽ മദ്യനയം ഉയർത്തിക്കാട്ടി വോട്ട് നേടാനുള്ള UDFന്റെ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി സഭയുടെ നിലപാട്. മാത്രവുമല്ല, മദ്യനിരോധനമല്ല മദ്യവർജനമാണ് അഭികാമ്യമെന്ന ഇടത് നയത്തെ സഭാ നേതൃത്വം പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. സാലി മുഹമ്മദ്, കൊച്ചി. ലിബിയയിൽ മലയാളി IT ഉദ്യോഗസ്ഥനുൾപ്പെടെ 4 പേരെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി. കോഴിക്കോട് ചക്കിട്ടപ്പാറയിലെ കൊളത്തുവയൽ നെല്ലുവേലിൽ ജോസഫിന്റെ മകൻ റെജി ജോസഫിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. ലിബിയയുടെ തലസ്ഥാനമായ ട്രിപ്പോളിയിൽ ആൽദിവാൻ IT കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ് റെജി. മലയാളിയായ IT ഉദ്യോഗസ്ഥന്റെ മോചനവും കാത്തിരിക്കുകയാണ് കൂരാച്ചുണ്ട് നെല്ലിവേലിൽ ജോസഫിന്റെ കുടുംബം. മാർച്ച് 31 മുതലാണ് ജോസഫിന്റെ മകൻ റെജി ജോസഫിനെ ലിബിയയിലെ ട്രിപ്പോളിയിൽ നിന്ന് കാണാതാകുന്നത്. 2 വർഷമായി ലിബിയയിലുള്ള റെജി ആൽദിവാൻ IT കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. സർക്കാർ പ്രൊജക്ടായ സിവിലിയൻ രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ ജോലിക്കിടെയാണ് റെജിയെയും മറ്റ് 3 പേരെയും കാണാതാകുന്നത്. തന്റെ സഹോദരന് അപായം ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന വിവരമാണ് അവസാനം ലഭിച്ചതെന്നും പിന്നീട് ഒരു വിവരവും ഉണ്ടായില്ലെന്നും റെജിയുടെ സഹോദരൻ പറയുന്നു. വീണ്ടും ന്യൂസ് വന്ന് ആൾ സേഫാണ്, കുഴപ്പമില്ല മീൻസ് എല്ലാവരും ഒരുമിച്ചാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇൻ്റലിജൻസ് അവരുടെ കീഴിലാണ് ആളുള്ളത്. എല്ലാവരും 4 പേര് ഒരുമിച്ചാണുള്ളത്. ആൾക്ക് അപായം സംഭവിച്ചിട്ടില്ല, ഇത്രയും മാത്രം. നേരത്തെ ജോലിയുമായി ബന്ധപ്പെട്ട് ഭീഷണികൾ ഉണ്ടായിരുന്നെങ്കിലും സുരക്ഷ നൽകുമെന്ന കമ്പനി അധികൃതരുടെ ഉറപ്പിനെ തുടർന്നാണ് റെജി വീണ്ടും ജോലിയിൽ തുടർന്നത്. മുഖ്യമന്ത്രി, വിദേശകാര്യ മന്ത്രാലയം, MP മാർ എന്നിവർ മുഖേന മോചനത്തിനായി ശ്രമം നടത്തുന്നുണ്ടെങ്കിലും തങ്ങളുടെ മകന്റെ ജീവന് ഒന്നും സംഭവിക്കല്ലേ എന്ന പ്രാർത്ഥനയിലാണ് റെജിയുടെ കുടുംബവും ഒപ്പം ഒരു ഗ്രാമവും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വൻ ആയുധശേഖരവുമായി 3 പാകിസ്ഥാൻ ഭീകരർ ഇന്ത്യയിലേക്ക് കടന്നതായി ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട്. പഞ്ചാബ് പോലീസാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യയിലെ വൻ നഗരങ്ങൾ ആക്രമിക്കാനാണ് ഭീകരർ ലക്ഷ്യമിടുന്നതെന്നും ഇന്റലിജൻസ് വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. ചാരനിറത്തിലുള്ള സ്വിഫ്റ്റ് ഡിസയർ കാറിൽ 3 പാക് തീവ്രവാദികൾ സ്ഫോടക വസ്തുക്കളും ബെൽറ്റ് ബോംബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി നീങ്ങുന്നു എന്നാണ് റിപ്പോർട്ട്. ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെൽ നൽകിയ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് പഞ്ചാബ് പോലീസാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. ദില്ലി, മുംബൈ, ഗോവ നഗരങ്ങൾ തീവ്രവാദികൾ ലക്ഷ്യം വച്ചേക്കുമെന്നും ആശങ്കപ്പെടുന്നു. ഇന്ന് രാത്രിയോടെ വാഹനം ജമ്മു കാശ്മീരിലെ ബാനിഹാൽ ടണൽ കടക്കുമെന്നാണ് വിവരം. ഇതേ തുടർന്ന് ദേശീയപാതയിലും മറ്റ് പ്രധാന പാതകളിലും കർശന വാഹന പരിശോധന ആരംഭിച്ചു. സൈനിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയിടങ്ങളിൽ കർശന സുരക്ഷ ഏർപ്പെടുത്തി. കഴിഞ്ഞ 9 മാസത്തിനിടെ 2 തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ പഞ്ചാബിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ജനുവരി 2-ന് പത്താൻകോട്ട് വ്യോമസേന താവളത്തിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 7 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈ 27-ന് പഞ്ചാബിലെ ദിനനഗറിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിലും 7 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ജമ്മു കാശ്മീർ പഞ്ചാബ് അതിർത്തി പ്രദേശത്താണ് 2 ആക്രമണങ്ങളും ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഹൈദരാബാദ് മൃഗശാലയിൽ വെച്ച് സെൽഫി എടുക്കുന്നതിനിടെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. 16-കാരനായ മഞ്ജിത് ചൗധരി എന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത്. സെൽഫി എടുക്കുന്നതിനിടെ പാറയിൽ വീണാണ് മരിച്ചത്. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ശേഷം ചേച്ചിക്കും ഭർത്താവിനുമൊപ്പം മൃഗശാലയിലെത്തിയതായിരുന്നു മഞ്ജിത്. ബട്ടർഫ്ലൈ പാർക്കിനടുത്തെത്തിയ മഞ്ജിത് സെൽഫി എടുക്കാനായി 3 ഇരട്ടി പൊക്കമുള്ള റോക്ക് ഫൗണ്ടന്റെ മുകളിൽ കയറുകയായിരുന്നു. പിന്നീട് കാൽ തെന്നി വെള്ളത്തിലേക്ക് വീണു.
രക്ഷാപ്രവർത്തകർ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണമടഞ്ഞുവെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് വിലയിരുത്തൽ. 400 ഏക്കറിൽ പരന്നുകിടക്കുന്ന മൃഗശാലയിൽ 73 സുരക്ഷാ ജീവനക്കാരുണ്ട്. കഴിഞ്ഞ വർഷവും നിരവധി സെൽഫി മരണങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉന്തുവണ്ടിയിൽ സാധനങ്ങൾ വിൽക്കുന്ന ജോലിയാണ് മഞ്ജീദിന്റെ അച്ഛനമ്മമാർക്ക്. 10 വർഷം മുമ്പാണ് ഇവർ ഹൈദരാബാദിലേക്ക് കുടിയേറി പാർത്തത്. മൃഗശാലയിലെ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് കുട്ടിക്ക് അപകടമുണ്ടായതെന്ന് ആരോപണമുണ്ട്. എന്നാൽ മൃഗശാല അധികൃതർ ഇത് നിഷേധിച്ചു. സംശയകരമായ സാഹചര്യത്തിലുണ്ടായ മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്. യാത്രയിലും മറ്റും നിങ്ങൾ ഹെഡ്ഫോണിലൂടെ പാട്ട് കേൾക്കുന്നവരായിരിക്കും. മിക്കപ്പോഴും സുഹൃത്തുക്കളുമായി ഇയർഫോൺ ഷെയർ ചെയ്യാറുമുണ്ട്. എന്നാൽ ഇയർഫോണുകൾ ഒരിക്കലും മറ്റൊരാളുമായി ഷെയർ ചെയ്യരുതെന്നാണ് പുതിയ പഠനം. കാരണം അത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. യാത്രയിലോ മറ്റു ചിലപ്പോഴോ ഇയർഫോണുകൾ നമ്മൾ എടുക്കാൻ മറക്കാറുണ്ട്. ആ സമയം പാട്ട് കേൾക്കാൻ ചിലപ്പോൾ സുഹൃത്തിന്റെ ഇയർഫോൺ നിങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യാം. എന്നാൽ ഇത് നിങ്ങളുടെ ആരോഗ്യം അപകടത്തിലാക്കുകയാണ് ചെയ്യുക. ചെവിയിലെ മാലിന്യങ്ങളിൽ മാരകമായ ബാക്ടീരിയകൾ അടങ്ങിയിട്ടുള്ളതിനാലാണിത്. ഈ ബാക്ടീരിയകൾ ഇയർഫോൺ ഷെയർ ചെയ്യുമ്പോൾ അവയോടൊപ്പം സഞ്ചരിക്കുകയും അത് നിങ്ങൾക്ക് രോഗം വരുത്തുകയും ചെയ്യും. ഇയർഫോണുകൾ ഷെയർ ചെയ്യുമ്പോൾ ചെവിയിലെ ചെപ്പികളെയും അതിലെ ബാക്ടീരിയകളെയും ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പുതിയ ബാക്ടീരിയകൾ രൂപപ്പെടുന്നതിനും ഇത് കാരണമാകുന്നുവെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. സ്യൂഡോമോണസ്, സ്റ്റെഫിലോകോക്കസ് എന്നീ ബാക്ടീരിയകളാണ് ചെവിയിലെ മാലിന്യത്തിൽ അടങ്ങിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ ബാക്ടീരിയകൾ ചെവിയിൽ അടങ്ങിയിട്ടുള്ളവയാണ്. എന്നാൽ ആ സമയങ്ങളൊന്നും ഇത് ദോഷമുണ്ടാക്കുകയില്ല. എന്നാൽ പുതിയ ബാക്ടീരിയകൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ ഇതിന്റെ എണ്ണം വർദ്ധിക്കുകയും അത് വലിയ പ്രശ്നമായി തീരുകയും ചെയ്യുന്നു. ഇത് ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതിന് കാരണമാകാം. ശരീരത്തിലോ മറ്റോ കടക്കുകയും ഇത് സ്കിൻ ഇൻഫെക്ഷന് കാരണമാവുകയും ചെയ്യാം. ന്യൂസ് ഡെസ്ക്.